പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. എസ്എഫ്ഐ, ഡിവൈഎഫ്ഐ നേതാക്കളെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ് പോലീസ് സംഘം. സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലുമായി ഇതിനോടകം 26 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. റോഷിപാൽ വിവരങ്ങൾ നൽകിയാണ്. റോഷി, ഗുഡ് മോർണിംഗ്. അപ്പോൾ പോലീസ് വളരെ ഗൗരവത്തിൽ ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇഡിയും കാര്യമായി തന്നെ പരിഗണിക്കുകയാണ് ഈ ഒരു പ്രശ്നം. കാരണം വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് പോലീസിന്റെ നീക്കം? അതോടൊപ്പം ഈ പിടിയിലായ CPIM ഏരിയ സെക്രട്ടറി IP ബിനു അടക്കമുള്ളവർ ഇനി എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കാൻ ശ്രമിക്കുക? ഷിഹാസ്, പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ അതുമായി തുടർന്നുണ്ടായ സംഘർഷം, ഈ സംഘർഷത്തിലാണ് ഇതുവരെ 26 SFI DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനിയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് നടപടികൾ തുടരുന്നത്. അതേസമയം തന്നെ അറസ്റ്റിലായ IP ബിനു ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ ഒരുപക്ഷെ ഇന്നോ നാളെയോ ജാമ്യാപേക്ഷ കൊടുക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ 6 പേർ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായവർ നൽകിയ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ അറസ്റ്റിലായി 26 പേരും ഒരുമിച്ചായിരിക്കും ജാമ്യാപേക്ഷ നൽകാൻ സാധ്യത. അതേസമയം തന്നെ മറുഭാഗത്ത് ഈ മുഴുവൻ പ്രതികളെയും കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് എല്ലാവരെയും പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വാഹനം തകർത്തു, ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു, അവർക്ക് ആക്രമണത്തിൽ പരിക്കുണ്ട്. സമാനമായി തന്നെ ചീമുട്ടേർ ഉൾപ്പെടെ നടന്നു സംഘർഷത്തിനിടയിൽ. അതാണ് IP ബിനുവിനെ കേസിൽ പ്രതിയാക്കാനുള്ള കാരണം. ഇന്നലെ SFIയുടെ ജില്ലാ നേതാവിനെ പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു ഭാഗത്ത് വീടുകൾ കേന്ദ്രീകരിച്ച് CPM പ്രവർത്തകരുടെയും DYFI പ്രവർത്തകരുടെയും വീടുകളിൽ പോലീസ് പരിശോധന തുടരുന്നുണ്ട്. ഏതായാലും പലരും ഒളിവിൽ കഴിയുന്നു. അവരെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അവർ അന്വേഷണം അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന ഒരാശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ശരി, റോഷിപാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.